ഇറാനിൽ വധശിക്ഷ കിട്ടാവുന്ന ഏറ്റവും വലിയ കുറ്റമാണ് സ്വവർഗാനുരാഗം. ഇറാനിലെ ഇസ്ലാമിക് പീനൽ കോഡ് അനുസരിച്ച് ഇത് കടുത്ത കുറ്റകൃത്യമായാണ് കണക്കാക്കുന്നത്. പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന് സാധാരണയായി മരണശിക്ഷയാണ് നൽകുന്നത്. പ്രതികൾ പ്രായപൂർത്തിയായവരും സ്വബോധത്തോടുകൂടി പ്രവർത്തിച്ചവരുമാണെങ്കിൽ തൂക്കിലേറ്റാൻ നിയമം അനുശാസിക്കുന്നു. ഇറാനാകട്ടെ നിരവധി ഗേ, ലെസ്ബിയൻ വ്യക്തിത്വങ്ങളെ നിർദാക്ഷിണ്യം പീഡിപ്പിച്ചിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയാവട്ടെ സ്വവർഗ അനുരാഗികളോട് കടുത്ത വിദ്വേഷം വെച്ചു പുലർത്തുന്ന നേതാവായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി സ്വവർഗ അനുരാഗിയാണെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുജ്തബ ഇപ്പോൾ എവിടെയാണെന്നും ആർക്കും അറിയില്ല. മുജ്തബ ഖമേനി സ്വവർഗാനുരാഗിയാണെന്ന തരത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രധാനമായും അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ചുള്ളവയാണ്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകിയ രഹസ്യാന്വേഷണ ബ്രീഫിംഗിൽ മുജ്തബ ഖമേനി സ്വവർഗാനുരാഗിയാകാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ CIA തനിക്ക് ഇത്തരമൊരു വിവരം നൽകിയതായി ട്രംപ് സ്ഥിരീകരിച്ചു. പലരും ഇങ്ങനെ പറയുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചത്. മുജ്തബയ്ക്ക് തന്റെ കുട്ടിക്കാലത്തെ അധ്യാപകനുമായി ദീർഘകാല ബന്ധമുണ്ടായിരുന്നുവെന്നും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയവേ മെയിൽ നഴ്സുമാരോട് ലൈംഗിക ചുവയോടെ പെരുമാറിയെന്നും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു. പക്ഷേ ഈ ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലുള്ള ഫോട്ടോകളോ മറ്റ് പരസ്യമായ തെളിവുകളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇറാൻ ഭരണകൂടം ഈ റിപ്പോർട്ടുകളോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ CIA-യും മൊസാദും നൽകുന്ന ഇത്തരം റിപ്പോർട്ടുകൾ 100% ശരിയാവുന്നതാണ് മുൻകാലത്തെ അനുഭവം. കാരണം മുസ്ലിം പുരോഹിതന്മാരുടെ രഹസ്യ പ്രണയം ഇത്തരത്തിൽ അന്വേഷിച്ച് കണ്ടെത്തിയാണ് CIA-യും മൊസാദുമൊക്കെ ചാരന്മാരെ ഉണ്ടാക്കുന്നത്. ഇറാനിൽ ഉടനീളം അമേരിക്കൻ ഇസ്രായേൽ ചാരവലയമുണ്ട്. അവർ വ്യക്തിപരമായ സകല വിവരങ്ങളും ചോർത്തിയെടുക്കാറുണ്ട്. അങ്ങനെ കിട്ടിയ റിപ്പോർട്ടായതുകൊണ്ട് അത് തെറ്റാവാൻ ഇടയില്ല എന്നാണ് നിഷ്പക്ഷ നിരീക്ഷകർ പറയുന്നത്. എന്നാൽ മുജ്തബ ഖമേനി വിവാഹിതനാണെന്നും അദ്ദേഹത്തിന് ഭാര്യയും 3 മക്കളുമുണ്ട് എന്നതാണ് CIA റിപ്പോർട്ട് തള്ളിക്കളയാൻ കാരണമായി പറയുന്നത്. ഇറാനിലെ പ്രമുഖ യാഥാസ്ഥിത രാഷ്ട്രീയക്കാരനും മുൻ പാർലമെന്റ് സ്പീക്കറുമായിരുന്ന ഗുലാം അലി ഹദ്ദാദ് അദിലിന്റെ മകളായ സഹ്റ ഹദ്ദാദ് അദിലിനെയാണ് മുജ്തബ വിവാഹം കഴിച്ചത്. 1999-ലാണ് ഇവരുടെ വിവാഹം നടന്നത്. ഇവർക്ക് 2 ആൺകുട്ടികളും ഉള്ളതായി പറയപ്പെടുന്നുണ്ട്. ഒരു മൂത്ത മകന് പിതാമഹന്റെ പേരായ അലി എന്നാണ് നൽകിയിരിക്കുന്നത്. 2026 മാർച്ചിൽ ഇറാനിൽ നടന്ന അമേരിക്ക-ഇസ്രായേൽ ആക്രമണത്തിൽ മുജ്തബയുടെ ഭാര്യ സഹ്റയും ഒരു മകനും കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. ഇറാനിലെ പരമോന്നത നേതാക്കളുടെ കുടുംബാംഗങ്ങൾ സാധാരണയായി പൊതുവേദികളിൽ വരാത്തതിൽ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാറില്ല. പക്ഷേ വിവാഹിതനായി എന്നതുകൊണ്ടും മക്കളുണ്ടായി എന്നതുകൊണ്ടും ഒരാൾ സ്വവർഗ അനുരാഗിയാവാതിരിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാനിൽ ഗുരുതരമായ കുറ്റമാണിത്.